നമ്മളെ ഡവറകളിയുണ്ട്. ഡവറകളിയാണ് ഞാൻ ആദ്യം കാണിക്കാം. ഡവറകളിയുണ്ട്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. പടം സൂപ്പറാ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്ത് സംഭവം ചെയ്യുന്നു അത് ഉടനെ സിനിമാക്കാരെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഗർറെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരുന്നു കേട്ടോ പടം. നമ്മൾ വളരെ പൊക്കി പറയുന്നതൊന്നുമല്ല, അടിപൊളിയായിരുന്നു. ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ സൂപ്പർ സിനിമയാണ്. പിള്ളേർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ നമ്മളെ ചോക്ലേറ്റ് ബോയ് കുഞ്ചാക്കോവൻ ചേട്ടൻ, കുഞ്ചാക്കോവൻ്റെ ചോക്ലേറ്റ് ബോയ് മാത്രം എന്നുള്ള പേരല്ല, നല്ല ക്യാരക്ടറും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കുഞ്ചാക്കോ ബോവനും നമ്മുടെ സുരാജ് വെഞ്ഞാറും കൂടെയുള്ള കോംബോ സൂപ്പറാണ്. സുരാജ് ചേട്ടൻ അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. സുരാജ് ചേട്ടനും കുഞ്ചാക്കോനുള്ള കോംബോ അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ തിരുവനന്തപുരം മ്യൂസിയത്തിലെ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത്. ഗർറ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ സിംഗത്തിനെ വെച്ചുള്ള വലിയ ഗ്രാഫിക്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നുള്ള ഒരു സംഭവങ്ങൾ അങ്ങനെ ഒന്നുമില്ല. മറ്റേ ഹിന്ദിയും തമിഴിലും പോലെ കുറേ ഗ്രാഫിക്സും അതും ഇതൊക്കെ എടുത്ത് വെച്ച് തമിഴ് വരെ ചെയ്യുമ്പോൾ മറ്റേ പാമ്പും കീമ്പുകൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല ഒറിജിനാലിറ്റി പോലെയാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറെ തമിഴ് സിനിമ, മലയാള സിനിമ ഇവരെല്ലാവരും തോറ്റ്. മലയാള സിനിമയല്ല, തമിഴ് സിനിമയും ഹിന്ദി സിനിമയും ഇവരൊക്കെ എല്ലാവരും തോറ്റ്. ഇപ്പം മലയാള സിനിമ ഇപ്പോൾ എല്ലാ പടങ്ങളും നല്ല സെറ്റായിക്കൊണ്ടിരിക്കണം. മലയാള ഇൻഡസ്ട്രി ഇപ്പം വൻ വിജയമായി വന്നുകൊണ്ടിരിക്കണം. ഇപ്പം തമിഴ്നാട്ടിലുള്ളവർ ഇവിടെയാണ് വന്നിന്ന് പടം കാണുന്നത്. കാരണം എന്താണ്? കാര്യം നമ്മുടെ മലയാളത്തിൽ നല്ല പയ്യന്മാരാണ് ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ല സ്ക്രിപ്റ്റിങ്, നല്ല ഡയറക്ഷൻ സൂപ്പറാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ വേറൊരു കാര്യം, എൻ്റെ സ്ഥലത്ത് കഴക്കൂട്ടത്തെ കാർത്തിക ബാറിലതൊരു കുഞ്ചാക്കോവാണ് അടിക്കണത്. ആ സീന് വരെ ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. കാർത്തിക ബാർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ വേറൊരു ആളും കൂടെ ഉണ്ട്, നമ്മുടെ ഡവറകളിയാണ് ഞാൻ ആദ്യം കാണിക്കാം. ഡവറകളിലുണ്ട് ഈ പടത്തിൽ. അത് എല്ലാവരും വന്ന് കാണണം. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്ത് സംഭവം ചെയ്യുന്നു അത് ഉടനെ സിനിമാക്കാരെ എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ അങ്ങനെ കാണിച്ചെങ്കിലും പിന്നെ നമ്മളെ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടർമാർ, പുതിയ പയ്യന്മാർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ വൈറലായവർക്ക് ഒരു വേഷം കൊടുത്തിട്ടുണ്ട്. അത് ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു കഴിവിന് സമ്മതിക്കും. പക്ഷേ വലിയ നടന്മാരെ പടങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഡയലോഗ് എടുത്തിട്ട് അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ അത് മറ്റുള്ളവരാരും സ്ക്രീനിൽ കൊണ്ടുവരില്ല. കാര്യം എന്താണ്? ഇവർ വലുതായി പോകുമെന്ന്. കാരണം ഇവർക്ക് കഴിവുണ്ട്. ഇത് പറയുന്നവരും ഇത് ചെയ്യുന്നവർക്കും കഴിവുണ്ട്. അതുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത്. പക്ഷേ അതാണ് നമ്മളെപ്പോലുള്ള പുതിയ യൂത്ത് തലമുറകൾ ഡയറക്ടനും നല്ല സ്ക്രിപ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ പടം വിജയിക്കും. അത് കുഞ്ചാക്കോവനെ കൊണ്ടുവന്ന് പൊളിയായിരിക്കും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. പടം സൂപ്പറാ. കണ്ടറിയേണ്ട കാര്യമാണ്. സൂപ്പർ പടം. ഒരു രക്ഷയില്ല. എല്ലാവരും കാണാം. അടിപൊളി പടം.